നമസ്കാരം. വേദാന്ത അസ്ട്രോളജി ആൻഡ് മിത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ, ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ വേദാന്ത ശർമ്മ. വേദാന്ത അസ്ട്രോളജിയുടെ 2025 നവവത്സരാശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാനിടയുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം. ക്രിസ്തുവർഷം 2024 കഴിഞ്ഞു 2025 നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നവവത്സരം ആർക്കൊക്കെ ഗുണകരമാകുമെന്നും ആർക്കൊക്കെ ദോഷം ചെയ്യുമെന്നും അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രത്തിലും നക്ഷത്രഫലങ്ങളിലും വിശ്വാസമുള്ളവർക്ക് ഈ വർഷഫലത്തെക്കുറിച്ച് അറിയുവാൻ ആകാംക്ഷ കൂടിയിരിക്കുകയും ചെയ്യും. കാരണം 2025 നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ശനി, വ്യാഴം, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥാനമാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ 27 നക്ഷത്രക്കാർക്കും 2025 ആണ്ട് വളരെയധികം പ്രാധാന്യമുള്ളത് തന്നെയാണ്. അതിനാൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലഘട്ടം എങ്ങനെയായിരിക്കുമെന്ന് വിവരിക്കുന്ന ഒരു ജ്യോതിഷ വീഡിയോയാണിത്. ഈ വീഡിയോയിൽ വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം എന്നീ 4 നക്ഷത്രക്കാരുടെ നവവത്സര ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി, എൻ്റെ ഉപാസനാമൂർത്തികളുടെയും പരദേവതമാരുടെയും തിരുമുമ്പിൽ നടത്തി വരുന്ന വിശേഷാൽ പൂജകളിൽ അർച്ചനയും പ്രാർത്ഥനയും നടത്തണമെന്നുള്ളവർ നിങ്ങൾ ഓരോരുത്തരുടെയും പേരും ജന്മനക്ഷത്രവും കഴിയുമെങ്കിൽ കൃത്യമായ ജനന തീയതിയും നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊപ്പം കമൻറ്റ് ചെയ്യുക. വ്യക്തിപരമായ ജ്യോതിഷ ജാതക കാര്യങ്ങൾ അറിയണമെന്നുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വായിച്ച ശേഷം മാത്രം അവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് തരിക. വിശാഖം നക്ഷത്രം. വിശാഖ നക്ഷത്രം പൊതുവെ 2 രാശികളിലായിട്ടാണ് കാണപ്പെടുന്നത്. നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ, അതായത് ആദ്യത്തെ 45 നാഴിക തുലാൻ രാശിയിലും അവസാനത്തെ 15 നാഴിക വൃശ്ചികൻ രാശിയിലുമായിട്ടാണ് വിശാഖ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 തരത്തിലുള്ള ഫലങ്ങളാണ് വിശാഖ നക്ഷത്രക്കാർക്ക് വേണ്ടി പറയാനുള്ളതും. തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഇപ്പോൾ കണ്ടകശനിയോ അഷ്ടമശനിയോ ഏഴരാണ്ട ശനിയോ ഇല്ല. ജാതകവശാൽ ചിലപ്പോൾ ചിലർക്ക് ശനിദശയോ ശനിയുടെ അപഹാരങ്ങളോ ഉണ്ടാകാം. അത് അവരവരുടെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വിശാഖ നക്ഷത്രം തുലാക്കൂറുകാർക്ക് 2025 സംഭവിക്കുന്ന പൊതു കാര്യങ്ങളെക്കുറിച്ച് ആദ്യമേ പറയാം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല കാലം തന്നെയാണ്. ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ മേഖലകൾ തിരഞ്ഞെടുക്കുവാനും വിദേശത്ത് പോയി പഠിക്കുവാനും വിദ്യാവിജയങ്ങൾ നേടുവാനും വിദ്യയിൽ പുരോഗതി നേടുവാനും അവസരവും ഭാഗ്യവും നിങ്ങൾക്ക് ഈ വർഷം ലഭിക്കുന്നതാണ്. ജോലിയും വരുമാന മാർഗങ്ങളും ഇല്ലാതെ വിഷമിക്കുന്നവർക്കും നല്ല ഉദ്യോഗവും വരുമാന മാർഗങ്ങളും തെളിഞ്ഞു വരുന്നതുമാണ്. ജോലിയിൽ പ്രവേശിച്ചവർക്ക് സ്ഥാനമാന ലബ്ധികളും അധിക ചുമതലകളും ശമ്പള വർധനവും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുമാണ്. ഉദ്യോഗസ്ഥർക്ക് ഉത്സാഹവും കാര്യനിർവഹണ ശേഷിയും ഉന്മേഷവും പൊതുവെ വർദ്ധിച്ചു വരുന്നതുമാണ്. ബിസിനസ്സുകാർക്ക് പ്രവൃത്തിയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങളും ലക്ഷ്യബോധവും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ശ്രമവും അതിൽ വിജയവും കണ്ടെത്താൻ സാധിക്കും. വ്യാപാരികൾക്കും വ്യവസായികൾക്കും അനുകൂലമായ സമയം തന്നെയാണ്. നിങ്ങൾ കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം വിജയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് ഈ വർഷം അവസരവും ഭാഗ്യവും ഉണ്ടാകുന്നതാണ്. പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു തന്നെ ഇരിക്കും. പുതിയ വീടോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടുകയും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക ലാഭം ലഭിക്കുകയും ചെയ്യും. പോലീസ് ഉദ്യോഗസ്ഥർക്കും സൈനിക മേഖലയിലുള്ളവർക്കും അംഗീകാരങ്ങളും ബഹുമതിയും വന്നു ചേരുന്നതുമാണ്. ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കും സയൻസ് മേഖലയിൽ വർക്ക് ചെയ്തു വരുന്നവർക്കും ജോലി സംബന്ധമായി വിദേശയാത്രയ്ക്ക് യോഗമുണ്ട്. ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിന് നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതുമാണ്. വിദേശത്ത് ജോലി ചെയ്ത് വരുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട കമ്പനികളിലേക്ക് മാറുവാനും വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കുവാനും അവസരം ലഭിക്കും. കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും നിങ്ങളുടെ സൃഷ്ടികൾക്ക് വേണ്ടത്ര പ്രശസ്തിയും അംഗീകാരങ്ങളും മറ്റ് പലവിധത്തിലുള്ള നേട്ടങ്ങളും കൈവരുന്നതുമാണ്. കുടുംബജീവിതം പൊതുവെ സമാധാനപരമായി മുന്നോട്ട് പോകുന്നതുമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളതയും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. കർഷകർക്ക് ഇതുവരെ സംഭവിച്ച നഷ്ടങ്ങളെല്ലാം നികത്തുവാനും കാർഷിക മേഖലയിൽ വിജയം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വരുന്നവർക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന പ്രമോഷനും ആനുകൂല്യങ്ങളും ഒക്കെ തിരികെ നേടാൻ അവസരം ലഭിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സ്ഥലം മാറ്റവും ലഭിക്കും.
അധ്യാപകർക്കും അഭിഭാഷകർക്കും പൊതുവെ നല്ല കാലം തന്നെയാണ് കടന്നു വരുന്നത്. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇടപാടുകളിൽ കൂടി നല്ല ധനലാഭം സിദ്ധിക്കുന്നതുമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് കഴിയുന്നവർക്കും പ്രണയിതാക്കൾക്കും വിവാഹ സാഫല്യവും സന്തോഷകരമായ കുടുംബജീവിതവും ഈ വർഷം അനുഭവപ്പെടും. സന്താന ലാഭത്തിന് വേണ്ടി കൊതിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടുന്നതുമാണ്. കമ്പ്യൂട്ടർ IT മേഖലകളിൽ ജോലി ചെയ്ത് വരുന്നവർക്കും നല്ല സമയം തന്നെയാണിപ്പോൾ. പാരമ്പര്യമായി കിട്ടേണ്ട വസ്തുവകകളെല്ലാം നേടിയെടുക്കുവാനും അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുവാനും നിങ്ങൾക്ക് അവസരവും ഭാഗ്യവും ലഭിക്കും. 2025 മെയ് മാസം 14 വരെ വ്യാഴം അഷ്ടമരാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളിൽ പൊതുവെ നിങ്ങൾക്ക് താല്പര്യം കുറയുന്ന അവസ്ഥ കണ്ടുവരാം. അങ്ങനെ വന്നാൽ നിങ്ങളുടെ അഭീഷ്ടങ്ങൾക്ക് പലപ്പോഴും തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അഷ്ടമ വ്യാഴൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കി വിഷ്ണു പൂജയും മറ്റ് ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും യഥാവിധി അനുഷ്ഠിക്കേണ്ടതാണ്. വിശാഖം നക്ഷത്രം വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടകശനി സമയമാണ്. 2025 മാർച്ച് 29 കണ്ടകശനി ദോഷം അവസാനിക്കുന്നത്. അതുവരെ വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായ അസ്വസ്ഥതകളും പഠന വൈമുഖ്യവും വിദ്യാപരാജയങ്ങളും അനുഭവപ്പെടാനിടയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വരുന്നവർക്കും ജോലിഭാരം വർദ്ധിച്ചിരിക്കും. കൂടാതെ പ്രമോഷനും ആനുകൂല്യങ്ങളുമൊക്കെ മാർച്ച് മാസം കഴിയുന്നതുവരെ തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥയും ഉണ്ടായിരിക്കും. കൂടാതെ കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാനുള്ള കാലതാമസവും അത് മുഖേന ഉണ്ടാകുന്ന കേസ് വ്യവഹാര ദുഃഖങ്ങളും അനുഭവപ്പെടാനിടയുമുണ്ട്. കുടുംബജീവിതത്തിലും പൊതുവെ അസ്വസ്ഥതകൾ അലട്ടുന്ന കാലഘട്ടമാണ്. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളും ഉണ്ടാകും. പൊതുവെ വിശാഖ നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം കഴിയുന്നതുവരെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അസ്വസ്ഥതകളും അനുഭവപ്പെടാനിടയുണ്ട്. ഏപ്രിൽ മാസം മുതൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. ഉദ്യോഗാർത്ഥികൾക്ക് ചെറുതെങ്കിലും ജോലിയും വരുമാന മാർഗങ്ങളും സിദ്ധിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും പോലീസ് സൈനിക മേഖലയിലുള്ളവർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ജോലി സംബന്ധമായ ഉയർച്ചയും സ്ഥാനമാനവും ലഭിക്കും. കൃഷിക്കാർക്കും മറ്റ് കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്ത് വരുന്നവർക്കും സാധാരണ തൊഴിലാളികൾക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികമെല്ലാം ലഭിക്കുകയും നിങ്ങളുടെ വരുമാന മാർഗങ്ങളും ജോലിയും കൂടുതൽ വിപുലപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതുമാണ്. വീട് നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതുമാണ്. വിദേശത്ത് ജോലി ചെയ്ത് വരുന്നവർക്ക് ജോലി ചെയ്ത വകയിൽ കിട്ടാനുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. പെൻഷൻ മുടങ്ങിക്കിടക്കുന്നവർക്കും മാർച്ച് മാസത്തിന് ശേഷം മുടങ്ങിപ്പോയ പെൻഷൻ മുൻകാല പ്രാബല്യത്തോടെ കൈവരുന്നതാണ്. കലാരംഗത്തും കായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന കർമ്മമാർഗങ്ങളെല്ലാം വീണ്ടും പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനും അതിലൂടെ പ്രശംസയും അംഗീകാരവും സാമ്പത്തിക ലാഭവും നേടുവാനും സാധിക്കുന്നതാണ്. വ്യാപാരികൾക്കും വ്യവസായികൾക്കും അനുകൂലമായ ഫലങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണവും തൊഴിൽ വിപുലപ്പെടുത്തുവാനുള്ള സാധന സാമഗ്രികളും നിർലോഭം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. വായ്പകൾക്ക് അപേക്ഷിച്ചിരുന്നവർക്ക് മാർച്ചിന് ശേഷം അതെല്ലാം ലഭിക്കുകയും ചെയ്യും. സന്താനങ്ങളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പണം കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്കും മാർച്ചിന് ശേഷം സാമ്പത്തിക നേട്ടം കൈവരുന്നതാണ്. കൂടാതെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. വിവാഹ തടസ്സം അനുഭവപ്പെട്ടിരുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി വിവാഹയോഗം സിദ്ധിക്കുന്നതാണ്. മെയ് മാസം 14 വ്യാഴം അഷ്ടമത്തിലേക്കും മെയ് 18 രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ 4ലേക്കും 10ലേക്കും വരുന്നതിനാൽ കർമ്മസംബന്ധമായ ചില തടസ്സങ്ങളും ഗൃഹവാഹന സംബന്ധമായ ചില കഷ്ടനഷ്ടങ്ങളും വീട് വിട്ടു മാറി താമസിക്കുവാനുള്ള സാഹചര്യവും വിദേശത്ത് ജോലി ചെയ്ത് വരുന്നവർക്ക് തൊഴിൽ സംബന്ധമായ ചില അസ്വസ്ഥതകളും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും പൊതുവെ അനുഭവപ്പെടാനിടയുള്ളതിനാൽ മാർച്ച് മാസം കഴിയുന്നതുവരെ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ മുടക്കമില്ലാതെ ചെയ്യുക. മെയ് മാസം മുതൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു പൂജയും നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുകേതു പൂജയും ശനിയാഴ്ച തോറും മുടങ്ങാതെ ചെയ്യേണ്ടതുമാണ്. ദോഷകാലങ്ങളെ കൃത്യമായി കണ്ടറിഞ്ഞ് അവയ്ക്കുള്ള പരിഹാരകാര്യങ്ങൾ മുടക്കമില്ലാതെ ചെയ്തുകൊണ്ട് ഈ 2025 അനുഗ്രഹപ്രദമാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനിഴം നക്ഷത്രം വൃശ്ചികൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന അനിഴ നക്ഷത്രക്കാർക്കും 2025 പൊതുവെ നല്ല ഫലങ്ങൾ തരുന്നൊരു വർഷമായിട്ട് തന്നെയാണ് അനുഭവപ്പെടുക. ഇപ്പോൾ കണ്ടകശനി സമയമായതിനാൽ ഗൃഹത്തിലും കുടുംബജീവിതത്തിലും പൊതുവെ അസ്വസ്ഥതകളും സാമ്പത്തിക പ്രയാസങ്ങളും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലുള്ള അകൽച്ചയും വിരോധവും പിണക്കങ്ങളുമൊക്കെ അനുഭവപ്പെടുന്നൊരു കാലഘട്ടമാണെന്ന് പറയാം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റ് മേഖലകളിൽ ജോലി ചെയ്ത് വരുന്നവർക്കും ബിസിനസ്സുകാർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇപ്പോൾ അനുഭവപ്പെട്ടു വരുന്നുണ്ട്. കണ്ടകശനിയുടെ ദോഷം 2025 മാർച്ച് 29 വരെയാണ് നിലനിൽക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടകശനി ദോഷം പൂർണ്ണമായും മാറുന്നതാണ്. ഏപ്രിൽ മാസം മുതൽ കുടുംബജീവിതത്തിലെ താളപ്പിഴകളും വൈരുദ്ധ്യതയും ഒഴിവാക്കുവാനും കുടുംബജീവിതം കൂടുതൽ സ്വസ്ഥതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഐക്യത്തോടെ ജീവിക്കുവാനും ദമ്പതികൾക്ക് ഭാഗ്യവും അവസരവും വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാസംബന്ധമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി
ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതുമാണ്. കൂടാതെ വിദ്യാപുരോഗതിയും വിദേശത്ത് പോയി പഠിക്കുവാനുള്ള സാധ്യതയും നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ചും മെഡിക്കൽ, എഞ്ചിനീയറിംഗ് മേഖലകളിൽ പഠനം തുടരുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ലഭ്യമാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കും പുതിയ തൊഴിൽ ലഭ്യതയും വരുമാന മാർഗങ്ങളും ഏപ്രിൽ മാസത്തിന് ശേഷം കൈവരുന്നതാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്തു വരുന്നവർക്കും തൊഴിൽ ലഭ്യതയും തൊഴിൽ പുരോഗതിയും സാമ്പത്തിക ലാഭവും ഈ വർഷം ലഭിക്കുന്നതുമാണ്. വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങി വന്നവർക്ക് തിരികെ പോകുവാനും കൂടുതൽ മെച്ചപ്പെട്ട ജോലികൾക്ക് പ്രവേശിക്കുവാനും ഈ വർഷം അവസരം ലഭിക്കുന്നതുമാണ്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വരുന്നവർക്കും പൊതുവെ ഈ വർഷം നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത്. പ്രമോഷനും ആനുകൂല്യങ്ങളും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റവും പൊതുവെ മനസ്സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ധനകാര്യ സ്ഥാപനങ്ങളിലും IT മേഖലയിലും വർക്ക് ചെയ്തു വരുന്നവർക്ക് ജോലി സംബന്ധമായ അധിക ഭാരമെല്ലാം ഒഴിവാക്കുവാനും മനസ്സമാധാനത്തോടു കൂടി ജോലി ചെയ്യുവാനും സാധിക്കുന്നതുമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കമ്പനികളിലും ജോലി ചെയ്തു വരുന്നവർക്കും തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറ്റി സന്തോഷകരമായി ജോലി ചെയ്യാനുള്ള അവസരവും ലഭിക്കും. കൂടാതെ ശമ്പള വർധനവും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. വിവാഹ തടസ്സം അനുഭവപ്പെട്ടിരുന്നവർക്ക് വിവാഹ ഭാഗ്യം ലഭിക്കുന്നതാണ്. പ്രണയിതാക്കൾക്കും ആഗ്രഹം സഫലീകരിക്കപ്പെടുന്നതുമാണ്. കർഷകർക്കും തോട്ടം തൊഴിലാളികൾക്കും മറ്റ് ഇതര മേഖലകളിൽ ജോലി ചെയ്തു വരുന്നവർക്കും ജോലി സംബന്ധമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുവാനും ജോലിയിൽ കുറെ കൂടി ഉന്മേഷത്തോടു കൂടി പ്രവർത്തിക്കുവാനും മനസ്സും ധൈര്യവും സിദ്ധിക്കും. കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും ഏപ്രിൽ മാസത്തിന് ശേഷം കർമ്മ മേഖലകളിൽ പുരോഗതിയും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള നേട്ടങ്ങളും പ്രശസ്തിയും പണവും ലഭിക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് പുറപ്പെട്ടിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നവർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാനും പുതിയ ഗൃഹത്തിൽ താമസമാക്കുവാനും ഈ വർഷം സാധിക്കുന്നതാണ്. വാഹന സംബന്ധമായി കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിരുന്നവർക്ക് പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാനും ഭാഗ്യമുണ്ടാകുന്നതാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിച്ചു വരും. വ്യാപാരികൾക്കും വ്യവസായികൾക്കും ബിസിനസ്സുകാർക്കും നഷ്ടപ്പെട്ടു പോയ പണം തിരികെ പിടിക്കുവാനും ബിസിനസ്സും മറ്റ് സംരംഭങ്ങളും കൂടുതൽ വിപുലീകരിക്കുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും ഈ വർഷം സാധിക്കുന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ജോലി തുടങ്ങിയുള്ള കാര്യങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വ്യക്തമായ തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ മാതാപിതാക്കൾക്ക് മനോധൈര്യവും ലഭിക്കുന്നതാണ്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏപ്രിൽ മാസത്തോടു കൂടി അനുകൂലമായ ഫലങ്ങളും സാമ്പത്തിക ലാഭവും സിദ്ധിക്കുന്നതാണ്. 2025 മാർച്ച് കഴിയുന്നതുവരെ കണ്ടകശനി ദോഷമുള്ളതിനാൽ അതുവരെ അനുഭവപ്പെടാനിടയുള്ള തടസ്സങ്ങൾ തീരുന്നതിന് വേണ്ടി ശനീശ്വര പൂജ ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ തുടർച്ചയായി ചെയ്യേണ്ടതാണ്. മെയ് 14 വ്യാഴം അഷ്ടമരാശിയിലേക്കും മെയ് 18 രാഹുകേതുക്കൾ 4-ലും 10-ലുമായി പകർച്ച വരികയും ചെയ്യുന്നതിനാൽ ആ സമയം മുതൽ വിഷ്ണു പൂജയും നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുകേതു പൂജയും മുടങ്ങാതെ ചെയ്യിപ്പിക്കേണ്ടതാണ്. നിങ്ങളെ അലട്ടുവാനിടയുള്ള ശനി, രാഹു, കേതു, വ്യാഴം തുടങ്ങിയുള്ള ഗ്രഹദോഷങ്ങളെ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് 2025 ശുഭകരമാക്കി മാറ്റി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും 2025 ആണ്ടിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. എങ്കിലും 2025 മാർച്ച് കഴിയുന്നതുവരെ ജന്മരാശിയുടെ 4-ാം ഭാവത്ത് ശനി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ 4-ാം ഭാവത്തെ ശനിക്ക് കണ്ടകശനി എന്നാണ് പറയുന്നത്. കണ്ടകശനി ദോഷമുള്ളതിനാൽ ആരോഗ്യപരമായും മാനസികമായും സാമ്പത്തികമായും പലവിധ അസ്വസ്ഥതകളും നിങ്ങളെ അലട്ടുന്നതാണ്. കൂടാതെ പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായും ഭൂമി, ഗൃഹവാഹന സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ മാർച്ച് മാസം വരെ തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിലും ഈ ഫലം തന്നെയാണ് അനുഭവപ്പെടുക. എന്നാൽ ഏപ്രിൽ മാസം മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പല നല്ല അനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. കുടുംബജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന താളപ്പിഴകളും പൊരുത്തക്കേടുകളും ഒഴിവാക്കുവാനും കുടുംബജീവിതം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഭാര്യ ഭർത്താക്കന്മാർക്ക് ഈ വർഷം അവസരം വന്നു ചേരുന്നതാണ്. കൂടാതെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന സ്വഭാവ രീതികൾ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ഒഴിവാക്കേണ്ടത് ഭാവി ജീവിതത്തിന് അത്യാവശ്യവുമാണ്. സുഹൃത്തുക്കളുമായോ സഹപ്രവർത്തകരുമായോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു തീർക്കുവാനും വിരോധ മനോഭാവം വെടിയുവാനും നിങ്ങൾക്ക് ഈ വർഷം സാഹചര്യം ലഭിക്കുന്നതാണ്. മാത്രമല്ല സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പല ഗുണാനുഭവങ്ങളും സിദ്ധിക്കുകയും ചെയ്യും. അതുപോലെ അകന്നു നിന്നിരുന്ന ബന്ധുജനങ്ങൾ നിങ്ങളോടുണ്ടായിരുന്ന വിരോധമെല്ലാം മറന്ന് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന സാഹചര്യവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും വിദ്യാപുരോഗതിയും ഉന്നത വിദ്യാഭ്യാസ യോഗവും സിദ്ധിക്കുന്നതാണ്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോകുവാനും പഠനാനന്തരമായി ജോലി നേടുവാനും അവസരം ലഭിക്കുന്നതുമാണ്.
ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ പഠിച്ചു വന്ന ജോലി ലഭിക്കുവാൻ ബുദ്ധിമുട്ടും കാലതാമസവും ഉണ്ടാകുമെങ്കിലും വിവിധങ്ങളായ മറ്റ് പല ജോലികളും ലഭിക്കുകയും വരുമാന മാർഗങ്ങൾ സിദ്ധിക്കുകയും ചെയ്യുന്നതാണ്. വിദേശത്തുള്ള ജോലിയും നിങ്ങൾക്ക് അവഗണിക്കാൻ പറ്റുന്നതല്ല. ഏതായാലും ലഭിക്കുന്ന ജോലി നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. വിദേശത്ത് ജോലി ചെയ്ത് വരുന്നവർക്കും മാർച്ച് മാസത്തിന് ശേഷം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു വരും. പുതിയ തൊഴിൽ മേഖലകളിലേക്കുള്ള മാറ്റവും വരുമാന വർധനവും വരുന്നത് കൂടാതെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ശ്രമവും വിജയിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വരുന്നവർക്കും പ്രമോഷനും ആനുകൂല്യങ്ങളും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റവും ജോലി സംബന്ധമായ മാനസിക സൗഖ്യവും വന്നു ചേരുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കമ്പനികളിലും ജോലി ചെയ്ത് വരുന്നവർക്കും തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറി സന്തോഷകരമായി ജോലി ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്നതുമാണ്. IT മേഖലകളിലും ബാങ്ക്, സഹകരണ സംഘങ്ങൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു വരുന്നവർക്കും ജോലി സംബന്ധമായ ടെൻഷനും പ്രശ്നങ്ങളും മാനസികമായ പിരിമുറുക്കവും കുറയ്ക്കുവാനും ഉന്മേഷത്തോടുകൂടി ജോലി ചെയ്യുവാനും സാധിക്കുന്നതാണ്. കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കും മറ്റ് കർഷകർക്കും നാണ്യവിളകളുടെ വിലവർധനവും ലാഭവും മാർച്ചിന് ശേഷം ലഭിക്കുന്നതുമാണ്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ചുകൊണ്ട് ഈ വർഷത്തിൻ്റെ ആദ്യ 3 മാസങ്ങളിൽ കുറച്ച് കഷ്ടനഷ്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൃഷി സംബന്ധമായ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യുക. സർക്കാരിൽ നിന്നുള്ള ധനസഹായവും ആനുകൂല്യങ്ങളും വായ്പകളും നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും അതൊരു ബാധ്യതയായി മാറാതെയും സൂക്ഷിക്കുക. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ്. വിവാഹ തടസ്സങ്ങളെല്ലാം മാറ്റി വിവാഹം നടത്തുവാനും കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ വർഷത്തിൽ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. കലാമേഖലയിലും കായിക മേഖലയിലും തുടർന്നു വരുന്ന കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും മാർച്ച് മാസത്തിന് ശേഷം കർമ്മ പുരോഗതിയും സാമ്പത്തിക ലാഭവും പേരും പ്രശസ്തിയും സമ്പാദിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ്. വീട് നിർമ്മിക്കാനുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറ്റി വീട് നിർമ്മാണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പുതിയ ഗൃഹമോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യും. പോലീസ് മേഖലയിലും സൈനിക മേഖലയിലും ജോലി ചെയ്ത് വരുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഇഷ്ടാനുസരണമുള്ള സ്ഥലം മാറ്റവും പ്രമോഷനും ലഭിക്കുന്നതാണ്. സന്താനഹേതുകമായ ദുഃഖത്താൽ വിഷമിക്കുന്നവർക്ക് സന്താന ലാഭവും സന്താനങ്ങളെ കൊണ്ടുണ്ടാകുന്ന സന്തോഷവും അനുഭവിക്കുവാൻ ഈ വർഷം സാധിക്കുന്നതുമാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വേണ്ടി പണം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയം വന്നു ചേരുന്നതാണ്. ഈ പറഞ്ഞ ശുഭാനുഭവങ്ങളെല്ലാം മാർച്ച് മാസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതുവരെ കണ്ടകശനി ദോഷം തുടരുന്നതിനാൽ ശനീശ്വര പൂജയും പരിഹാര പ്രാർത്ഥനകളും മുടങ്ങാതെ ചെയ്യുക. മെയ് മാസം 14 ശേഷം വ്യാഴൻ്റെ അഷ്ടമഭാവസ്ഥിതിയും മെയ് 18 രാഹുകേതു ദോഷവും കടന്നു വരുന്നതിനാൽ മെയ് മാസം മുതൽ വിഷ്ണു ക്ഷേത്രത്തിൽ പൂജയും വഴിപാടുകളും ചെയ്യിപ്പിക്കുകയും രാഹു കേതു പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ മുടങ്ങാതെ ചെയ്യേണ്ടതുമാണ്. ഈ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കൃത്യമായി ചെയ്ത് ദോഷശാന്തി വരുത്തി 2025 കൂടുതൽ അനുഗ്രഹപ്രദമാക്കുവാൻ ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 ആണ്ട് പൊതുവെ ശുഭാശുഭ സമ്മിശ്ര ഫലമായാണ് അനുഭവപ്പെടുക. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായി പുരോഗതി ഇല്ലാതെ വരുന്നതിനാൽ മറ്റ് വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുന്ന അവസ്ഥ സംജാതമാകും. എന്നാൽ ഉപരിപഠനത്തിനും വിദേശത്ത് പോയി പഠിക്കുവാനും വേണ്ടി ശ്രമിക്കുന്നവർക്ക് മെയ് മാസം കഴിയുന്നതുവരെ പലതരത്തിലുണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുകയും അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കപ്പെടുകയും ചെയ്യും. മാത്രമല്ല പൊതുവെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അലസതയും മടിയും മെയ് മാസം വരെ തുടരുന്നതിനാൽ വിദ്യാപരാജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അലസതയും മടിയും ഉപേക്ഷിച്ചാൽ തീർച്ചയായും മെയ് മാസം കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വിദ്യാമേഖലകൾ തിരഞ്ഞെടുക്കുവാനും പഠനം തുടരുവാനും സാധിക്കുന്നതാണ്. വിദേശത്തു നിന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്നിരിക്കുന്നവർക്ക് മെയ് മാസം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ച് വിദേശത്തേക്ക് മടങ്ങുവാനും ജോലിയും വരുമാന മാർഗങ്ങളും നേടുവാനും സാധിക്കുകയുള്ളൂ. അതിനു മുമ്പേ വിദേശത്തേക്ക് പോകുവാൻ അവസരം ലഭിച്ചാലും അവിടെ ചെന്ന് കഴിയുമ്പോൾ കർമ്മസംബന്ധമായ പല പ്രയാസങ്ങളും വരുമാന മാർഗങ്ങൾക്ക് തടസ്സവും നിങ്ങൾക്കുണ്ടാകാനിടയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ വിദേശത്ത് പോയി ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും മെയ് മാസം കഴിയുമ്പോൾ വിദേശ യാത്രയ്ക്കും വിദേശവാസത്തിനും വിദേശത്തുള്ള ജോലിക്കും വരുമാന മാർഗങ്ങൾക്കും അവസരവും ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കും വർഷത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പൊതുവെ ജോലി സംബന്ധമായ തടസ്സങ്ങളും ലഭിക്കുന്ന ജോലിയിൽ തൃപ്തിയില്ലായ്മയും മനോവിഷമങ്ങളും ഉണ്ടാകാനിടയുണ്ട്. മെയ് മാസം കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയും വരുമാനവും അന്യദേശവാസവും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് സന്താനങ്ങളോടൊപ്പം സന്തോഷകരമായി ജീവിക്കുവാനും ഈ വർഷത്തെ ആദ്യത്തെ പകുതി കഴിയുമ്പോൾ സാഹചര്യം നിങ്ങൾക്ക് ഒത്തുവരുന്നതുമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അർദ്ധ സർക്കാർ ജീവനക്കാർക്കും പ്രമോഷനും ആനുകൂല്യങ്ങളുമൊക്കെ വർഷത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ലഭിക്കുവാൻ കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാകാം.
വർഷത്തിൻ്റെ ആദ്യ പകുതി കഴിയുമ്പോൾ ഈ തടസ്സങ്ങളെല്ലാം മാറുകയും നിങ്ങൾക്ക് പ്രമോഷനും ആനുകൂല്യങ്ങളും കർമ്മ പുരോഗതിയും ജോലി സംബന്ധമായി മനസ്സുഖവും ഈ വർഷം സിദ്ധിക്കുന്നതുമാണ്. കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ശാരീരികമായും മാനസികമായും കർമ്മസംബന്ധമായും പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തടസ്സങ്ങളും ഈ വർഷത്തിൻ്റെ ആദ്യ 6 മാസങ്ങളിൽ അനുഭവിക്കാൻ ഇട കാണുന്നുണ്ട്. അത് കഴിയുമ്പോൾ പൊതുവെ എല്ലാ കാര്യങ്ങളിലും മാറ്റം കണ്ടു തുടങ്ങും. ആരോഗ്യം മെച്ചപ്പെടുകയും മാനസികമായി ഉണർവും ഉന്മേഷവും ലഭിക്കുകയും ചെയ്യും. കൂടാതെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങുവാനും മേലധികാരികളുടെ അഭിനന്ദനങ്ങൾ നേടുവാനും പേരും പ്രശസ്തിയും കരസ്ഥമാക്കുവാനും അവസരവും ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അധ്യാപകർക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നവർക്കും ആദ്യം കുറേ അപവാദ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുമെങ്കിലും മെയ് മാസത്തിന് ശേഷം നിങ്ങളുടെ സത്യസന്ധത മറ്റുള്ളവർ തിരിച്ചറിയുകയും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചിതരാവാൻ അവസരം ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല സമൂഹത്തിലും സമുദായങ്ങളിലും നിങ്ങൾക്ക് മാന്യമായ സ്ഥാനവും ബഹുമതിയും ലഭിക്കുന്നതുമാണ്. കർഷകർക്കും സാധാരണ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്തു വരുന്നവർക്കും ആദ്യം കുറേ സാമ്പത്തിക നഷ്ടങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ കർമ്മ മേഖലകൾ വിപുലപ്പെടുത്തുവാനും അതുവഴി സാമ്പത്തിക പുരോഗതി നേടുവാനും കാലാനുസൃതമായി കൃഷിയും അനുബന്ധ തൊഴിൽ മേഖലകളും വ്യവസായങ്ങളും പുഷ്ടിപ്പെടുത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. ഗൃഹം, വാഹനം തുടങ്ങിയവ വാങ്ങുവാനും വിൽക്കുവാനും ശ്രമിക്കുന്നവർക്ക് ആദ്യം കുറേ തടസ്സങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുമെങ്കിലും ക്രമേണ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഗൃഹവും വാഹനവും വാങ്ങുവാനും അതിൽ നിന്ന് ലാഭമുണ്ടാക്കുവാനും സാധിക്കുന്നതാണ്. അതുപോലെ ഗൃഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും അനുഭവപ്പെടുമെങ്കിലും ഈ വർഷം ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാനും ഗൃഹപ്രവേശനം നടത്തുവാനും ഭാഗ്യമുണ്ടാകുന്നതാണ്. പ്രണയിതാക്കൾക്കും വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും 2025 അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് തരുന്നത്. നിങ്ങളുടെ വിവാഹ തടസ്സങ്ങളെല്ലാം മാറ്റി വിവാഹം കഴിക്കുവാനും പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാനും സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. വ്യാപാര വ്യവസായ മേഖലകളിൽ ജോലി ചെയ്ത് വരുന്നവർക്കും ബിസിനസ്സുകാർക്കും മെയ് മാസം കഴിയുന്നതുവരെ സാമ്പത്തിക പ്രയാസങ്ങളും കർമ്മസംബന്ധമായ തടസ്സങ്ങളും കടബാധ്യതകളും വന്നു ചേരുവാൻ ഇടയുണ്ട്. മെയ് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സും സംരംഭങ്ങളും മോടി പിടിപ്പിക്കുവാനും വ്യാപാരം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും അതുവഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനും ഈ വർഷം സാഹചര്യവും അവസരവും വന്നു ചേരുന്നതാണ്. അതിനെ കൃത്യമായി വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ വർഷം വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കും. മാർച്ച് മാസം 29-ാം തീയതി കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ്. ശനി 4-ാം ഭാവത്തേക്കാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് പൊതുവെ മൂലം നക്ഷത്രക്കാർ ഗൃഹം, വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാനോ വിൽക്കുവാനോ ശ്രമിക്കുമ്പോൾ സാമ്പത്തിക നഷ്ടം വരാതെ സൂക്ഷിക്കുക. അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ്. കുടുംബജനങ്ങളുമായുള്ള ശത്രുതയ്ക്കും ഈ വർഷം സാഹചര്യം വരുന്നതിനാൽ കഴിയുന്നതും ആരോടും വാക്കുതർക്കങ്ങളും വഴക്കുകളുമില്ലാതെ സമാധാനപരമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുമാണ്. ഏപ്രിൽ മാസം മുതൽ ശനീശ്വര പൂജയും ശനിയാഴ്ച വ്രതവും നവഗ്രഹ ക്ഷേത്ര ദർശനവും പ്രാർത്ഥനകളും മുടങ്ങാതെ ചെയ്ത് ശനിദോഷ നിവാരണം വരുത്തേണ്ടതുമാണ്. അതുപോലെ മെയ് 18 വരെ രാഹുകേതുക്കൾ 4-ലും 10-ലുമായി സ്ഥിതി ചെയ്യുന്നതിനാൽ കർമ്മസംബന്ധമായ തടസ്സങ്ങൾക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കും ഇടവരുത്തും. അതുകൊണ്ട് മെയ് 18 കഴിയുന്നതുവരെ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹു കേതു പൂജ ചെയ്യിപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്രകാരം ദോഷകാലങ്ങളെ മുൻകൂട്ടി കണ്ട് പരിഹാരങ്ങൾ ചെയ്ത് ദോഷശാന്തി വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും 2025-ാം ആണ്ട് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും 2025-ാം ആണ്ട് ശുഭകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.